ശ്രീമാത്രേ നമ. എൻ്റെ ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ആദ്യ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വാരാഹി ദേവിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആരാണ് വാരാഹി ദേവി? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ആദിപരാശക്തിയുടെ, അതായത് മഹാത്രിപുര സുന്ദരിയായ ആദിപരാശക്തിയുടെ അല്ലെങ്കിൽ ആദിപരാശക്തിയുടെ രൂപം, ഒരു സ്വരൂപമാണ്. സേനാനായികയാണ് അമ്മ. സപ്തമാതൃക്കളിൽ അഞ്ചാമത്തെ ദേവിയാണ് ഈ അമ്മ. സപ്തമാതൃക്കൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടി ഒന്ന് പറയാണ്. സപ്തമാതൃക്കൾ എന്ന് പറയുന്നത് ദേവി മഹാത്മ്യം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അമ്മ പെട്ടെന്ന് 7 ഭാവങ്ങളുണ്ടായി, 6 ഭാവങ്ങളുണ്ടായി, പിന്നെ 7ാമത് ഭാവം ഉണ്ടായതൊക്കെ അറിയാം. അതിൽ ഏറ്റവും ബ്രാഹ്മി, കൗമാരി, വൈഷ്ണവി, മാഹേശ്വരി, വാരാഹി, ഇന്ദ്രാണി, പിന്നെ ലാസ്റ്റ് നമ്മുടെ ചാമുണ്ഡി. അങ്ങനെ സപ്തമാതൃക്കൾ 7 പേരാണ്. സപ്തം എന്ന് പറയുമ്പോൾ തന്നെ 7 അമ്മമാരാണ്. ഇവരെല്ലാവരും ശക്തിയിൽ ഒന്നിനേക്കാൾ എല്ലാവരും ശക്തിയുള്ളവരാണ്. എല്ലാവരും അനുഗ്രഹങ്ങൾ ചൊരിയുന്നവരുമാണ്. വൈഷ്ണവി മാതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. വൈഷ്ണവി മാത, കാശ്മീരിലുള്ള വൈഷ്ണവി മാതാ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. ശരിക്കും ദുർഗയുടെ പരിപൂർണ ഭാവമാണ്. അപ്പം ആ വൈഷ്ണവി മാതായെ പോലെ തന്നെ ബ്രാഹ്മിയും കൗമാരിയും വൈഷ്ണവിയും ഒക്കെ പോലെ തന്നെ മഹേശ്വരി, അങ്ങനെ തുടങ്ങിയ എല്ലാ സപ്തമാതൃക്കളുമുള്ള ക്ഷേത്രങ്ങൾ നമുക്കറിയാം. സപ്തമാതൃക്കളുള്ള ക്ഷേത്രങ്ങൾ ഒന്ന് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ തന്നെ ആമയുടെ ക്ഷേത്രത്തിൽ അകത്തെ പ്രതിഷ്ഠകളെല്ലാം സപ്തമാതൃക്കളാണ്. നമ്മൾ നാഗക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ ചെന്നാൽ അമ്മമാരെ ഈ സപ്തമാതൃക്കളും ശിവഭഗവാനും ഗണപതി ഭഗവാനുമാണ് ഉള്ളത്. നിരന്ന് 7 പേര് സപ്തമാതൃക്കൾ ഇരിക്കുന്നു. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായി ഗണപതി ഭഗവാനും ശിവഭഗവാനും. അപ്പോൾ അതാണ് ആമയിടയിലെ പ്രതിഷ്ഠകൾ. അതുപോലെ തന്നെ മാടായിക്കാവ്, കൊടുങ്ങല്ലൂര്, അതുപോലെ പനിയനാർക്കാവ്, ഇവിടെയൊക്കെ സപ്തമാതൃക്കളുടെ സ്വരൂപമുണ്ട്. സപ്തമാതൃക്കളിൽ എപ്പോഴും അനുഗ്രഹം തരുന്ന അമ്മമാരാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അവരിൽ 5ാമത്തെ ഭാവമായ വാരാഹി ദേവിയെക്കുറിച്ചാണ് പറയുന്നത്. വാരാഹി ദേവി എന്ന് പറയുമ്പോൾ തന്നെ കാട്ടുപന്നിയുടെ സ്വരൂപമാണ്. നമുക്കറിയാം, ഭൂമി ഇങ്ങനെ വെള്ളത്തിൽ താഴ്ന്നു പോയപ്പോൾ, കടലിൽ താഴ്ന്നു പോയപ്പോൾ രക്ഷിക്കാനായി ഭഗവാൻ വിഷ്ണു, അതായത് മഹാവിഷ്ണു വരാഹരൂപം ധരിച്ചുവെന്നും അങ്ങനെ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നുവെന്നും അന്ന് യോഗമായയായിട്ട് അമ്മ വരാഹരൂപം ധരിച്ചു വാരാഹി രൂപിയായി വന്ന് ഭഗവാനെ സഹായിച്ചുമെന്നും വരാഹത്തെ സഹായിച്ചുമെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും വാരാഹി ദേവി എന്ന് പറയുമ്പോൾ കാട്ടുപന്നിയുടെ സ്വരൂപമാണ്. തേറ്റയൊക്കെയുള്ള പന്നിമുഖിയായ വാർത്താളി എന്നറിയപ്പെടുന്ന, സമയേശ്വരി എന്നറിയപ്പെടുന്ന, ദണ്ഡനാഥ എന്നറിയപ്പെടുന്ന ഒരുപാട് പേരുകൾ അമ്മയ്ക്കുണ്ട്. പക്ഷെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഉഗ്രസ്വരൂപിണിയാണെങ്കിലും മാതൃവാത്സല്യം തുളുമ്പുന്ന സ്നേഹമയ്യായ അമ്മ. ഒരു അമ്മയോടെന്ന പോലെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയും. ഭൂമി തുളച്ച് കടന്നു ചെന്ന് ഇങ്ങനെ തേറ്റ കൊണ്ട് തുളച്ച് ഭക്ഷണം തേടിയെടുത്ത് കഴിക്കുന്ന ആ അമ്മ നമ്മൾ വിളിക്കുന്നവരെ, അമ്മയെ അപേക്ഷിക്കുന്നവരുടെ, അമ്മയെ ആശ്രയിക്കുന്നവരുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന കാരുണ്യമയ്യായ വരദായിനിയായ ആ അമ്മയെക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാവില്ല. അഷ്ടലക്ഷ്മി സ്വരൂപിണിയാണ് അമ്മ. അപ്പം അങ്ങനെയുള്ള ആ അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ ആ അമ്മയെ എങ്ങനെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തന്നെ ആവശ്യം 9/8/2024 എന്ന് പറയുന്ന ദിവസം, അതായത് കൊല്ലവർഷം 1199 അവസാനത്തെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയാണ്.
പഞ്ചമി ദേവി, അതായത് സപ്തമാതൃക്കളിൽ അഞ്ചാമത്തെ ഭാവമുള്ളത് കൊണ്ട് അമ്മയെ പഞ്ചമി ദേവി എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ പഞ്ചമി തിഥിയിൽ, പ്രത്യേകിച്ച് ശുക്ലപക്ഷ പഞ്ചമി തിഥിയിൽ അമ്മയ്ക്ക് പൂജ ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും പൂജാഫലം സിദ്ധിക്കുമെന്നുള്ളത് പലരുടെയും അനുഭവ സാക്ഷ്യമാണ്. 36 വർഷമായി ജ്യോതിഷം ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ എല്ലാവർക്കുമുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും സാമ്പത്തിക പ്രതിസന്ധി മാറാത്ത, സ്ഥലക്കച്ചവടം നടക്കാത്ത, അതുപോലെ ഇപ്പം വീട് ജപ്തി വരെ ആയി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് സത്യത്തിൽ കോടീശ്വരന്മാരാണ്, നല്ലൊരു വീടുണ്ട്, പക്ഷെ അതൊന്ന് കച്ചവടം നടക്കുന്നില്ല. ഒരുപാട് സ്ഥലമുണ്ട്, അതൊന്ന് കച്ചവടം നടന്നാൽ ബിസിനസ് നന്നായി നടക്കും. പക്ഷെ കച്ചവടം നടക്കുന്നില്ല, ബിസിനസ്സിലേക്ക് പണം ഇറക്കാൻ പറ്റുന്നില്ല. നല്ല ബിസിനസ് നന്നായിരുന്ന സമയത്ത് വാങ്ങിക്കൂട്ടിയതാണ്, പക്ഷേ എപ്പോഴും ബിസിനസ് ഒരേപോലെ നിൽക്കില്ലല്ലോ. അപ്പോൾ ഈ സ്ഥലക്കച്ചവടം നടന്നാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ പലരുടെയും പ്രതീക്ഷയാണ് ലോട്ടറി. ഓരോ ലോട്ടറി എടുക്കുമ്പോഴും ഓരോരുത്തരും വിചാരിക്കുന്ന എൻ്റെ എല്ലാ ബാധ്യതകളും ഇതോടുകൂടി തീരും, അമ്മ എൻ്റെ നേരെ കണ്ണ് തുറക്കും, രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ലോട്ടറിക്ക് പ്രത്യേക പൂജകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ആ എല്ലാവരുടെയും ആ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ആശ്രയം, പല ക്ഷേത്രങ്ങളിലും പോയി പല ജ്യോത്സ്യന്മാരെ കണ്ട് പോയി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അമ്മയെ ആശ്രയിച്ചാൽ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി, അമ്മ നമ്മുടെ അവസാന വാക്കാണ്, ഈ അമ്മയാണ് ഞങ്ങളെ രക്ഷിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വാരാഹി ദേവിയെ ഒന്ന് പ്രാർത്ഥിക്കാം. കരുണാമയിയായ, ചോദിക്കുന്നത് എന്തും തരുന്ന വരദായിനിയായ അമ്മയെ ഒന്ന് സ്തുതിച്ചുകൊണ്ട്, അമ്മയെ സ്തുതിക്കുന്ന ഒരു 8 വരി ശ്ലോകം ഒന്ന് ചൊല്ലിക്കൊണ്ട്, ഏതൊരു മന്ത്രവും നമുക്ക് ചൊല്ലുന്നതിന് മുമ്പ് ആ മന്ത്രത്തിൻ്റെ, ആ അമ്മയെക്കുറിച്ചൊന്ന് അറിയണം, അമ്മയെ ഒന്ന് സ്തുതിക്കണം, എന്നിട്ട് ഒരു ചെറിയ പൂജ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഓരോരുത്തരും നമ്മൾ ആദ്യമായി അമ്മയെ സ്തുതിക്കുവാനായി തയ്യാറാവുക. അപ്പം അമ്മയുടെ ആ വരികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. 8 വരിയുണ്ട്. ഓം കുണ്ഡലീപുരവാസിനി ചണ്ഡമുണ്ഡ വിനാശിനി പണ്ഡിതസ്യ മനോന്മനി ഓം വാരാഹി നമോസ്തുതേ. കുണ്ഡലീപുരവാസിനി ചണ്ഡമുണ്ഡ വിനാശിനി പണ്ഡിതസ്യ മനോന്മനി വാരാഹി നമോസ്തുതേ. അപ്പം കുണ്ഡലീപുരത്ത് നിവസിക്കുന്ന ചണ്ഡമുണ്ടന്മാരേക്ക് വിനാശം ചെയ്ത പണ്ഡിതന്മാരുടെ മനോന്മകരത്തിൽ ഉയരുന്ന എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന വാരാഹി ദേവി അമ്മേ ഞങ്ങൾ നമിക്കുന്നു. ഇനിയോ, അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വാരാഹി നമോസ്തുതേ. അമ്മ അഷ്ടലക്ഷ്മി സ്വരൂപിണിയാണ്. അതായത് നമുക്കറിയാം, മഹാലക്ഷ്മി അഷ്ടമൊക്കെ ജപിക്കുമ്പോൾ നമുക്ക് ആ 8 ലക്ഷ്മിമാരെ കുറിച്ച് അറിയാം. ആ അമ്മയുടെ താന്ത്രിക സ്വരൂപമാണ് ഈ വാരാഹി ദേവി. അപ്പം അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി, എല്ലാ കഷ്ടങ്ങളും മാറ്റുന്ന, എല്ലാ കഷ്ടതകൾക്കും നാശമായിട്ടുള്ള, എല്ലാ കഷ്ടതകളും മാറ്റുന്ന, എല്ലാ കഷ്ടതകളെയും നശിപ്പിക്കുന്ന ഇഷ്ടകാമപ്രദായിനി, നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം സാധിച്ചു തരുന്ന, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഓരോരുത്തരുടെയും ഇഷ്ടം സാധിച്ചു തരുന്ന വരദായിനിയായ അമ്മേ വാരാഹി നമോസ്തുതേ. അപ്പം 8 വരി അമ്മയെ നമ്മൾ സ്തുതിച്ചു. അതായത് കുണ്ഡലീപുരവാസിനി ചണ്ഡമുണ്ഡ വിനാശിനി പണ്ഡിതസ്യ മനോന്മനി വാരാഹി നമോസ്തുതേ. അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി ഓം വാരാഹി ദേവി നമോസ്തുതേ.
അങ്ങനെ വാരാഹി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ശ്ലോകമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അമ്മ നമ്മുടെ മനസ്സിലേക്ക് വന്നു. ഇനി നമ്മൾ അമ്മയ്ക്കൊരു പൂജ ചെയ്യാൻ തയ്യാറാവുകയാണ്. ഞാൻ പറഞ്ഞു, പഞ്ചമി തിഥി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള ദിവസമാണ്. അതും ശുക്ലപക്ഷത്തിലെ പഞ്ചമി എന്ന് പറഞ്ഞ, ശുക്ലപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ചന്ദ്രന് ബലം കൂടി വരുന്ന, വളർന്നു വരുന്ന, ശൂന്യതയിൽ നിന്നും വളർന്നു വരുന്ന, അപ്പം നമ്മുടെ കഷ്ടതകൾ മാറ്റി വളർച്ച തരുന്ന ആ പഞ്ചമി തിഥിയിൽ തന്നെ നമ്മൾ അമ്മയ്ക്ക് പൂജ ചെയ്യുകയാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പൂജയ്ക്ക് ചെയ്യുക? എന്ത് പൂജകൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരാളോടൊരു ആവശ്യം പറയുമ്പോൾ നമ്മളൊരു ഉടമ്പടി വയ്ക്കുക അവരുമായിട്ട്. ഇപ്പം നമ്മൾ അമ്മയുമായിട്ട് ഒരു കരാർ വയ്ക്കുകയാണ്, ഒരു സങ്കല്പം ചെയ്യുകയാണ്. അമ്മേ, ഞാൻ അമ്മയെ ഇന്നു മുതൽ ഒരു 41 ദിവസം ഞാൻ അമ്മയെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അമ്മയെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പൂജ അമ്മയ്ക്കായി സമർപ്പിക്കുകയാണ്. അമ്മ ഇത് സ്വീകരിച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം സങ്കല്പം ചെയ്തുകൊണ്ട് ഇടത്തെ കയ്യിൽ ഒരു എന്തെങ്കിലും അരിയോ പൂവോ എന്തെങ്കിലും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഏലക്കെങ്കിലും വെച്ചുകൊണ്ട് വലത്തെ കൈ അടച്ചിട്ട് നമ്മുടെ തുടയിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെറുതെ സങ്കല്പം ചെയ്യാണ്. അമ്മയെ നമ്മൾ മനസ്സിൽ ക്ഷണിച്ചു. ഇനി ഈ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് രാത്രികളിലാണ്, അതായത് അസ്തമനത്തിന് ശേഷം ഉദിക്കുന്നതിന് മുമ്പായി പൂജ ചെയ്താൽ പൂർണ്ണ ഫലമാണ്. അമ്മയ്ക്ക് രാത്രി കാലങ്ങളിലെ പൂജയ്ക്കാണ് ഏറ്റവും ഇഷ്ടം. അപ്പം നമ്മൾ ഒരു 7 മണിക്ക് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വീട്ടിലെ അത്യാവശ്യ തിരക്കുകളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി സമാധാനപരമായി അമ്മയ്ക്ക് പൂജ ചെയ്യണം. ആ പൂജ ചെയ്യുമ്പോൾ കുളിച്ച് നല്ല ശുദ്ധവസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ചുവപ്പ് വസ്ത്രം ഇഷ്ടമാണ്, പച്ച വസ്ത്രം ഇഷ്ടമാണ്. ഈ വസ്ത്രത്തിൻ്റെ നിറത്തേക്കാളേറെ നമ്മളുടെ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പൂജയ്ക്ക് തയ്യാറായി. ഇനി പൂജയ്ക്ക് എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്യാം? നമ്മൾ പൂജയ്ക്ക് ഒരുക്കം ചെയ്യുമ്പോൾ എന്നും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന വീട്ടിൽ, ഇപ്പം പൂജ മുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ ഒരു വിളക്ക് കത്തിക്കാറുണ്ടാവും. അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു വിളക്ക് കത്തിക്കുന്നവരാണ് അധികമെങ്കിലും ആ വിളക്കിൽ വാരാഹി ദേവിയെ സങ്കല്പിക്കരുത്. അമ്മയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ചിരാതെങ്കിലും, ഒരു മൺചിരാതിലെങ്കിലും ഇത്തിരി നെയ്യോ എണ്ണയോ ഒഴിച്ച് ഒരു ദീപം തെളിക്കണം. അത് നെയ്വിളക്ക് തെളിക്കാൻ സാഹചര്യമുള്ളവർ വെള്ളി വിളക്ക് തന്നെ മേടിച്ച് അത് നെയ്യൊഴിച്ച് അവനവൻ്റെ സാഹചര്യത്തിനും സാമ്പത്തികത്തിനും അനുസരിച്ച് നെയ്വിളക്ക് തെളിച്ചുകൊണ്ട് അമ്മയെ വടക്കോട്ട് തിരിച്ച് കത്തിച്ച് കിഴക്കോട്ടിരുന്നോ പടിഞ്ഞാട്ടിരുന്നോ കൊണ്ടോ പ്രാർത്ഥിച്ചാൽ വലിയ ഫലമാണ്. അമ്മയ്ക്ക് വടക്കോട്ടിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം, ശക്തി സ്വരൂപിണിയാണ്. അപ്പം അതുകൊണ്ട് വടക്കോട്ട് വിളക്ക് കത്തിച്ച് വെച്ച് നാളം വടക്കോട്ടായിരിക്കണം. അപ്പം ഭയങ്കര ശക്തിയാണ്. 108 അല്ലെങ്കിൽ 41, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം അമ്മയുടെ നാമം ചൊല്ലാൻ പറ്റുമോ അത്രയും എണ്ണം ഏലക്കയോ കരയാമ്പൂവോ ഏതെങ്കിലും ഒരു വസ്തു എടുത്തു വയ്ക്കുക. ജപമാല ചെല്ലുന്നവരാണെങ്കിൽ ജപമാല മതി. എന്തായാലും അതും തയ്യാറാക്കി വയ്ക്കുക. പിന്നെ നിവേദ്യം വെച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അമ്മയ്ക്ക് മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം മധുരക്കിഴങ്ങ് വെച്ചു, അടുത്ത പ്രാവശ്യം നമ്മൾ വയ്ക്കുന്നത് തൈരിശാദമാണെങ്കിൽ തൈരിശാദം വയ്ക്കാം. അതിനടുത്ത പ്രാവശ്യം നമുക്ക് വേണമെങ്കിലും മാതള നാരങ്ങ തൊണ്ടൊക്കെ പൊടിച്ച് നല്ല അതായിട്ടൊരു പാത്രത്തിൽ വയ്ക്കാം. എന്തായാലും അമ്മയായി സങ്കല്പിക്കുന്ന വിളക്കിന് മുന്നിൽ നിവേദ്യം വച്ച് ആ 108 പ്രാവശ്യം ആ അമ്മയുടെ നാമം ചൊല്ലിയതിന് ശേഷം ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള നാമവും ചൊല്ലാം. ഓം വാരാഹി ദേവ്യേ നമഃ, ഹേ വാരാഹി ദേവ്യേ നമഃ, ഓം വാർത്താളി ദേവ്യേ നമഃ, ഓം വജ്രഘോഷം വാരാഹി ദേവ്യേ നമഃ. അമ്മയ്ക്ക് പല പേരുകളുണ്ട്. ഇഷ്ടമുള്ള ഒരു നാമം സെലക്ട് ചെയ്തിട്ട് ആ നാമം 108 പ്രാവശ്യം അല്ലെങ്കിൽ 41 പ്രാവശ്യം, അത് നിങ്ങൾ തീരുമാനിക്കുക. 108 ഏറ്റവും ഫലം കിട്ടുന്നത്. അത് 12 ദിവസമാവട്ടെ, 21 ദിവസമാവട്ടെ, 41 ദിവസമാവട്ടെ, അല്ലെങ്കിൽ എല്ലാ പൗർണമി നാളിലും, എല്ലാ അമാവാസി നാളിലും, എല്ലാ പഞ്ചമി നാളിലും, എല്ലാ ചൊവ്വാഴ്ചയും, എല്ലാ വെള്ളിയാഴ്ചയും, എല്ലാ ശനിയാഴ്ചയും, അത് നമ്മൾ തീരുമാനിക്കണം.
പക്ഷെ ഈ ദിവസങ്ങളെല്ലാം പ്രാധാന്യമുള്ളത് കൊണ്ട് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരേ സമയം രാത്രി 8 മണി എന്നുള്ളത് ഒരു 9 മണിയാവാതെ 8 മണിക്ക് അമ്മ കാത്തിരിക്കും നിങ്ങൾ പൂജ ചെയ്യുമെന്ന്. കാരണം അമ്മയ്ക്ക് നമ്മൾ വാക്ക് കൊടുത്തിട്ടില്ല, ഞാൻ മുടങ്ങാതെ 21 ദിവസം ചെയ്യാം, അമ്മ അതിനെനിക്ക് അനുവാദം തരണമെന്ന് ആദ്യം തന്നെ അമ്മയോട് അപേക്ഷിക്കണം. ഞാനിങ്ങനെ ഒരു ഉടമ്പടി വെക്കുകയാണ് അമ്മേ, അമ്മ വിചാരിച്ചാൽ മാത്രമേ എനിക്കത് കൃത്യമായി ചെയ്യാൻ പറ്റൂ. അപ്പം അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി 41 ദിവസം തുടർച്ചയായി അമ്മയ്ക്ക് പൂജ ചെയ്യാൻ എനിക്ക് സാധിക്കണേ. ചെത്തിപ്പൂ കൊണ്ട് അർച്ചനയായിട്ട് ചെയ്യാം. ഒരു 108 ചെത്തിപ്പൂ ആദ്യം തന്നെ നാരൊക്കെ കളഞ്ഞെടുത്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ട് ഓരോ പൂവായിട്ട് ഓം വാരാഹി ദേവിയായി നമ, ഓം സമയേശ്വരിയായി നമ, ഒരു പ്രാവശ്യം ഒരു നാമമേ എടുക്കാമുള്ളൂ. അപ്പോൾ വാരാഹി ദേവിയെ നമ എന്നുള്ളത് മാത്രം നമുക്ക് എടുക്കാം. ഓം വാരാഹി ദേവിയെ നമ എന്ന്. അപ്പം ചിലർ സമയേശ്വരി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയെങ്കിൽ അത് ചെയ്യാം. ചിലർ വാർത്താളി എന്ന് പറഞ്ഞാണ് തുടങ്ങിയെങ്കിൽ അത് ചെയ്യാം. ചിലർ വജ്രകോശം വാരാഹി ദേവി എന്ന്. കാരണം പലരും പല പേരുകൾ കേട്ട് പൂജയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരുകളിൽ തന്നെ ചെയ്യാം, എന്നും മാറ്റി മാറ്റി ചെയ്യണമെന്നില്ല. ഓം വാരാഹി ദേവിയെ നമ എന്നുള്ള ഏറ്റവും തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റുന്ന ആ നാമം എടുത്തുകൊണ്ട് ആദ്യമായി ചെല്ലുന്നവർ ആ നാമം തന്നെ എടുത്താൽ മതി. ഓം ശ്രീമാത്രേ നമ എന്നൊക്കെ സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമമാണ്, അത് ചൊല്ലിയാലും മതി. പക്ഷെ ചൊല്ലുന്നത് കൃത്യമായി ചൊല്ലിക്കൊണ്ട് ആ 108 പ്രാവശ്യം അർച്ചന ചെയ്യുവാണെങ്കിൽ അർച്ചന ചെയ്യാം. അല്ല നമ്മൾ എണ്ണം തെറ്റാതെ 108 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ ജപമാല വച്ചോ ഏലക്ക വച്ചോ അല്ലെങ്കിൽ കരയാമ്പൂ വെച്ചോ ഒക്കെ എണ്ണി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ട് ഓരോന്നോരോ 108 എടുത്ത് വെച്ചുകൊണ്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ നീക്കി ചെയ്യാം. അപ്പം ഈ പൂവൊക്കെ അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അർച്ചന ചെയ്ത പൂ വേസ്റ്റിലൊക്കെ കൊണ്ടിടാനുള്ള വിഷമമുണ്ട്. ചെടിക്കൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ ചെടിക്കിടാം, പക്ഷെ 41 ദിവസവും ചെടിക്കിടാനും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് കഴിയുന്നതും നാമം ജപിച്ചുകൊണ്ട് അർച്ചനയ്ക്ക് പകരം നാമം ജപിക്കാം. ഉണക്കലരി കൊണ്ട് അർച്ചന ചെയ്യാം. അപ്പോൾ ഒരു കുഴപ്പമില്ല. അരി നമുക്ക് എന്നും ഉപയോഗിക്കാമെടുക്കാം, വയ്ക്കാനെടുക്കാം, അരി അരയ്ക്കാൻ ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഉണക്കലരി കൊണ്ട് അർച്ചന ചെയ്യാം, ഏലക്ക കൊണ്ട് അർച്ചന ചെയ്യാം, കരയാമ്പൂ കൊണ്ട് അർച്ചന ചെയ്യാം. എന്താണോ നിങ്ങളത് എടുത്തു വെച്ചുകൊണ്ട് ഇതിലൊക്കെ മനസ്സുകൊണ്ടാണെങ്കിൽ പോലും മനസ്സിൽ അമ്മയെ കുടിവെച്ചുകൊണ്ട് അമ്മയുടെ സ്വരൂപത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിലെ ഒരു വിളക്ക് തെളിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് വടക്കോട്ടിങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ചതായി സങ്കല്പിച്ചുകൊണ്ട് 108 പ്രാവശ്യം നാമം മാത്രം ചൊല്ലുക തന്നെ വേണം. മാനസ പൂജയായാൽ പോലും മനസ്സിൽ ആ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഓം സമയേശ്വരി നമ, ഓം വാർത്താളി നമ, ഏതെങ്കിലും ഒരു നാമം എടുത്ത് 108 പ്രാവശ്യം ജപിക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അടുത്ത ദിവസം തന്നെ 12 ദിവസമോ 48 ദിവസമോ അല്ലെങ്കിൽ 41 ദിവസമോ 108 ദിവസമോ ജപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കണം. ഇനി ഗുരുമുഖത്തുനിന്ന് മന്ത്രം കിട്ടിയിട്ട് വേണം ജപിക്കാൻ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾക്ക് മന്ത്രങ്ങളെല്ലാം നമ്മളുടെ അച്ഛനും അമ്മയും തന്നെ ഗുരുക്കന്മാരാണ്, അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം മന്ത്രം ചൊല്ലിയതുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റില്ല. മന്ത്രം ചൊല്ലി അർച്ചന ചെയ്ത് നിങ്ങൾ വിജയത്തിലേക്ക് എത്തൂ. എല്ലാ ആവശ്യങ്ങളും അമ്മ നിറവേറ്റിത്തരും. വരാഹി ദേവിയെ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് അമ്മയുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.